ഇവാൻ ആശാന്റെ ആദ്യ സീസണും അന്നുണ്ടായ താരങ്ങളും ഫൈനലും ആരാധകർക്ക് അങ്ങനെ മറക്കാനാകില്ല. അന്നുണ്ടായ സെയിം ടീം ശേഷമുള്ള ഒരു സീസൺ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ടീമിനെ വെച്ച് ഫൈനലെത്തിച്ച ആശാന് നമുക്കൊരു കിരീടം കൂടി നേടിത്തന്നേനെ. എന്നാൽ മാനേജ്മെന്റിന്റെ ബിസിനസ് മൈൻഡ് മികച്ച താരങ്ങളെ വിറ്റ് ക്യാഷാക്കി ഇപ്പോൾ ആശാനെയും പുറത്താക്കി. പുതിയ പരിശീലകന്റെ കീഴിൽ പകരം തട്ടിക്കൂട്ട് താരങ്ങളെ കൊണ്ടുവന്ന് ബ്ലാസ്റ്റേഴ്സിനെയും ആരാധകരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റ്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയിൽ ഇതുവരെയില്ലാത്ത ശക്തമായ പ്രതിഷേധങ്ങൾ മാനേജ്മെന്റിനെതിരെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നടത്തി ആരാധകരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള അവസരമാണ് മാനേജ്മെന്റിന് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വരുന്നത്. നിലവിൽ 2 വിദേശ സെന്റർ ബാക്കുകളിൽ ഒരാളെ ഒഴിവാക്കി പകരം ഫിസിക്കലായും സ്പീഡി ആയിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറായും സെന്റർ ബാക്കായും കളിക്കാൻ കഴിയുന്ന ഒരു താരത്തെയും, ഒരു മികച്ച റൈറ്റ് ബാക്ക് താരത്തെയും, ഒരു മികച്ച ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെയും കൊണ്ടുവരണം. ഇതാണ് ടീമിൽ പ്രധാനമായും പെട്ടെന്ന് ഉണ്ടാകേണ്ട മാറ്റങ്ങൾ. ഇത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്താൻ നല്ല രീതിയിലുള്ള വെല്ലുവിളികൾ മാനേജ്മെന്റിന് ഉണ്ടായേക്കാം. കാരണം നിലവിൽ അവൈലബിൾ ആയ താരങ്ങളും ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന താരങ്ങളെയും നോക്കണം. എന്തായാലും ഇതുവരെ ചിലവാക്കാത്ത രീതിയിൽ ക്യാഷ് മാനേജ്മെന്റ് പൊട്ടിക്കേണ്ടി വരും. അങ്ങനെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള സാധ്യതകളും വളരെ കുറവാണ്. നിലവിൽ നമ്മുടെ മികച്ച താരങ്ങൾ എതിർ ടീമുകളിൽ പോയി നമുക്കെതിരെ മികച്ച കളി കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ വൻ നിരാശ തന്നെയാണ്. ഈ ജനുവരിയിലും 5ഓളം താരങ്ങളെയും വിറ്റ് ക്യാഷാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.